ഹലോ നമസ്കാരം. അപ്പോൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ ഡ്രമ്മിൽ ഒരു കാറ്റിമോൺ എന്ന് പറഞ്ഞിട്ടുള്ള മാവിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നട്ടിട്ട് 6-7 മാസമായി. ഇതിൻ്റെ ചോട്ടിൽ ഞാനുണ്ടല്ലോ വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേസ്റ്റ് കൊണ്ടിടുന്നത്. അങ്ങനെ കുറേ പാവയ്ക്ക തൈകൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതിനെയൊക്കെ മാറ്റി നടാമെന്ന് വിചാരിച്ച് പോട്ടിൽ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പോട്ടിൻ്റെ താഴെ കരിയില ഇട്ടിട്ട് മുകളിൽ പോട്ടിംഗ് മിക്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മെഷില്ലേ ഈ ഗ്രീൻ കളറിലെ നെറ്റ് പോലത്തെ നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് റൗണ്ടിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നടാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോട്ടിംഗ് മിക്സും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പോട്ട്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ടൈസിലെ ഈ മെഷ് കെട്ടാനായിട്ടാണ്. അപ്പോൾ അത് ഒന്ന് റൗണ്ട് ഷേപ്പിലാകുന്ന രീതി നീട്ടത്തിലെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളല്ലാണ്ട് എടുക്കുമ്പം ചിലപ്പോൾ പോട്ടിൽ വെക്കാൻ പറ്റത്തില്ല, സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ നീട്ടത്തിൽ അത് ഒന്ന് രണ്ടരികും കൂട്ടിക്കെട്ടി കഴിയുമ്പോൾ പോട്ടിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും പാവയ്ക്കയുടെ തൈകൾ നടാലോ. ശരിക്കും ഈ പാവയ്ക്കയുടെ തൈകൾ നന്നായിട്ട് വളർന്നു പോയിട്ടോ. അപ്പോൾ ഇതിന് മുമ്പേ നടണ്ടായിരുന്നു ഞാൻ, പിന്നെ വിചാരിച്ചില്ല. പിന്നെ പെട്ടെന്നൊരു തോന്നൽ ഒക്കെ എങ്കിൽ നട്ടേക്കാമെന്ന് വിചാരിച്ചേ. അപ്പം അങ്ങനെ 3-4 ടൈയൊക്കെ എടുത്തിട്ട് മെഷൊന്ന് കെട്ടിട്ടോ, എന്നിട്ട് പോട്ടിൽ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഞാനുണ്ടല്ലോ സൈഡിൽ ഒരു പൈപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു പഴയൊരു സാധാരണ ഒരു പൈപ്പ് കുത്തി കൊടുക്കുന്നുണ്ട് ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട്. ആ പൈപ്പ് നന്നായിട്ട് പോട്ടിൽ മണ്ണിലോട്ട് ഇറക്കി കുത്തിയിട്ട് ഈ മെഷും വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തേക്കുവാണ് ഞാൻ. അപ്പോൾ അതങ്ങനെ ഒരു ഫിക്സ് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഈ ടൈയുടെയൊക്കെ ടാഗിൻ്റെ എക്സ്ട്രാ വന്നത്, നമ്മുടെ പ്ലാസ്റ്റിക് ടാഗിൻ്റെ എക്സ്ട്രാ വന്നൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നീറ്റായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഈ മെഷിന് ചുറ്റും നമ്മുടെ പോട്ടിൽ കുറച്ചുകൂടെ മണ്ണിടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചാണകം പൊടിയും മണ്ണും കൂടെ കുറച്ചെടുത്ത് വച്ചിട്ടുണ്ട് അതിലിടാനായിട്ട്. അപ്പോൾ പൈപ്പൊക്കെ ഫിക്സ് ചെയ്ത് നേരെ വെച്ചിട്ടുണ്ട്. അത് നേരെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ നെറ്റിട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതൊക്കെ പിടിച്ചു വരുമോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിന് ചുറ്റും കുറച്ച് മണ്ണിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പോട്ടിംഗ് മിക്സും ചാണകപ്പൊടിയൊക്കെ ചേർത്ത മണ്ണ് ചുറ്റിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് ചുറ്റിനും ഒതുക്കി ലെവലാക്കി വെക്കുന്നുണ്ട്. അതിലോട്ട് വേണം നമ്മുടെ പാവയ്ക്കയുടെയൊക്കെ തൈകൾ നടാൻ. അപ്പോൾ ഈ പാവയ്ക്ക തൈകളൊക്കെ നമ്മുടെ ഡ്രമ്മിലുണ്ടല്ലോ എല്ലാം കൂടെ കൂടി അതിൻ്റെ വള്ളിയൊക്കെ പലതിലും പിടിച്ച് നിൽക്കുവാണേ. പിന്നെ അത് പറിച്ചെടുത്ത് നടുന്ന ഒരു ടാസ്ക്കാട്ടോ. അപ്പം ഞാൻ കുറച്ച് പാവയ്ക്ക തൈകൾ പറിച്ചെടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീട്ടം വെച്ചു. ശരിക്കും ഒന്ന് വള്ളി വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിങ്ങനെ നടേണ്ടടുത്ത് മാറ്റി നടേണ്ടത്. ഇതങ്ങനെ വിചാരിക്കാത്തതുകൊണ്ടാണ്. ഇതിനിപ്പോൾ ഓരോന്നിൻ്റെ ആ വള്ളിയില്ലേ ചുറ്റി പോയത് നേരെയാക്കി അതിനെ എടുത്ത് ഒന്ന് ഇതിൽ കയറ്റി വിടുന്ന ഒരു ടാസ്ക് കേട്ടോ. കാരണം നീട്ടവും വെച്ചല്ലോ. പിന്നെ അതിന് കുറച്ച് ടൈം എടുത്താണ് ഞാൻ ചെയ്തത്. കാരണം അതിൻ്റെ വള്ളി പൊട്ടിപ്പോകാൻ പാടില്ല. നല്ല തിന്നായിട്ടുള്ള വള്ളിയാണല്ലോ പാവയ്ക്കയുടെ. അപ്പോൾ തീരെ ചെറിയ പ്രായം കുറഞ്ഞ തൈയാണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് പിടിച്ച് വന്നു കേട്ടോ. ഞാനിതിൻ്റെ തൈ വളർന്നു വരുന്ന കണ്ടു. പിന്നെ ഒക്കെ കുറച്ച് നാൾ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചു, അല്ലെങ്കിൽ അവിടെ വളരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ആ മാവിലോട്ട് കയറിപ്പോയാലോ എന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും പറിച്ച് മാറ്റാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കുറച്ചെടുത്ത് നട്ടിട്ട് ബാക്കി പറിച്ച് കളയാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് നീണ്ടു വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ വള്ളികളുണ്ടല്ലോ ഇങ്ങനെ ചുരുണ്ട് പോയായിരുന്നേ. പിന്നെ അത് ഓരോന്നെടുത്ത് ഈ മെഷിൽ ചുറ്റുന്നത് നല്ല പണിയായിരുന്നു. കുറച്ചധികം സമയം എടുത്താണ് ഞാനത് ചെയ്തത്. പിന്നെ സന്ധ്യയായി തുടങ്ങിയോണ്ട് നിറയെ കൊതുകായിരുന്നേ. അതുകൊണ്ട് ഞാനവിടെ ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ട്. പിന്നെ ഒരെണ്ണം നല്ല നീട്ടമുള്ളതായിരുന്നു കേട്ടോ ഈ പാവയ്ക്കയുടെ തൈകളിൽ.
അത് ഈ താഴെ തൊട്ട് ഏകദേശം മോള് വരെ മെഷീൻ്റെ അത്രയും നീട്ടം വരുന്നുണ്ടാകും അതിൻ്റെ വള്ളി. അതൊരു തരത്തിലൊന്ന് ചുറ്റിയൊക്കെ വെച്ച് അതിൽ ഞാനിങ്ങനെ പ്ലാസ്റ്റിക് ടാഗിട്ട് കെട്ടിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് അതിങ്ങനെ ചുറ്റിച്ച് വെച്ചതേ ഉള്ളൂ. പിന്നെ 4 തൈ എടുത്ത് 4 തൈ നട്ടു. നന്നായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സ്യൂഡോമോണാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്യൂഡോമോണാസ് കലക്കിയെടുത്ത് കുറച്ച് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് അത് നിൽക്കുന്നുണ്ട്. നമ്മൾ സ്യൂഡോമോണാസൊക്കെ ഒഴിച്ചു കൊടുത്തു, വേറെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാലേ അറിയത്തുള്ളൂ ഇതെങ്ങനെ പിടിക്കുമോ അതോ ഇനി വാടിപ്പോകുമെന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് മോശമല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ചൂടില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് രാത്രിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് വെയിലും കുറച്ച് കുറവുണ്ട്. അപ്പോൾ പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനിതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, ബാക്കി പിടിച്ച് വരുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ.